ബുദ്ധിയുള്ള മരുമകളാണെങ്കിൽ ഏത് വീട്ടിൽ ചെന്നാലും അവൾ വളക്കൂറുള്ള മണ്ണ് നോക്കി നന്നായി കുഴിക്കും. എന്തായാലും ആ കുഴിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മാഡം, എൻ്റെ പേര് അഞ്ജന, യഥാർത്ഥ പേരല്ല. ഞാനൊരു ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ചില ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയും അത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെയിൽസ് ഗേളായിട്ട്. എന്തായാലും അവിടെ വെച്ചാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കണ്ടത്. പക്ഷേ പുള്ളിയെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നെ കണ്ട് ഇഷ്ടമാണെന്ന് സ്വന്തം അമ്മയോട് പോയി പറഞ്ഞു. അമ്മയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് തിരക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഈ ഷോറൂമിൽ നിൽക്കുകയാണ്. ഉടനെയൊന്നും വിവാഹമൊന്നും നടത്താനുള്ള നിർവാഹം എൻ്റെ വീട്ടിലില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം നടത്താൻ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ മോളെ സാരമില്ല, അവനിപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലിയുണ്ട്. പിന്നെ അവൻ്റെ അച്ഛൻ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പണത്തിനൊന്നും ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇവനോട് ഒത്തിരി കാലമായിട്ട് പെണ്ണ് കെട്ടാൻ പറയുകയാണ്. പക്ഷേ ഇതുവരെ 10-15 പെണ്ണ് കാണാൻ പോയി. ഒരു പെണ്ണിനെയും ഇഷ്ടമായില്ല. ഇതിപ്പോൾ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സങ്കല്പത്തിൽപ്പെട്ട പെണ്ണാണെന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു. ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മോളുടെ വീട്ടിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഓർത്തു, എങ്കിൽ വന്ന് നോക്കട്ടെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ അമ്മായിമ്മയും പിന്നെ എൻ്റെ ഭർത്താവും എല്ലാം കൂടാണ് ആദ്യം എന്നെ പെണ്ണ് കാണാൻ വന്നത്. അവർക്കാണെങ്കിൽ വീടും പരിസരമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മായിച്ചനാണ് പറഞ്ഞത്, മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവൻ്റെ ഇഷ്ടം നടക്കട്ടെ, കല്യാണത്തിന് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡുമില്ല എന്ന് പറഞ്ഞ് ചിലവെല്ലാം അവരാണ് ഏറ്റെടുത്തത്. അങ്ങനെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ സ്വപ്ന സമാനമായിരുന്നു ആ സിറ്റുവേഷൻ. ഞാൻ വിചാരിച്ചതല്ല എൻ്റെ കല്യാണം ഉടനെയങ്ങ് നടക്കുമെന്നും ഇത്ര ഈസി ആയിട്ട് നടക്കും എന്ന് എനിക്കറിയുകയില്ലായിരുന്നു. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, ഇതാണ് മോളെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യം. വിവാഹത്തിന് മുമ്പ് ഞാൻ നിനക്ക് ഒരു ഉപദേശം നൽകാം. പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ആണുങ്ങൾ പുറകെ വരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളാകുമ്പോഴേക്കും സ്ത്രീകൾ പിന്നീട് സ്വയം ശ്രദ്ധയില്ലാതാകും. വീട്ടിൽ ആകെ മുഷിഞ്ഞു നടക്കും. ഭർത്താവ് വരുമ്പോൾ അതേ രീതിയിൽ സ്വീകരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. ഭർത്താവിനേക്കാൾ ഒരു പടി മുൻപിൽ സൗന്ദര്യത്തിലും പിന്നെ വൃത്തിയിലും സ്ത്രീകൾ നിൽക്കണം. അവർ വരുമ്പോഴേക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യണം. അത് എല്ലാ കാലത്തും അങ്ങനെയായിരിക്കണം. ഒരിക്കലും അതിൽ ഉപേക്ഷ വിചാരിക്കരുത്. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും ആണുങ്ങൾക്ക് താല്പര്യക്കുറവ് തോന്നും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അന്നന്ന് പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പൂ പോലെ നിൽക്കണം. അമ്മ അങ്ങനെയാണോ? പിന്നെ നിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും ഞാൻ എപ്പോഴും ഒരുങ്ങല്ലേ നിൽക്കുന്നത്? നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അമ്മേ. അമ്മയുടെ ശീലമാണെന്നുള്ള രീതിയിൽ ഞാനത് മനസ്സിലങ്ങ് ഏറ്റെടുത്തു. എങ്കിൽ ആ ശീലം നീ അങ്ങ് പകർത്തിയാൽ മതി. പിന്നെ നിൻ്റെ ഭർത്താവിനെ കാണാനൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാർ അവനെ ലാളിച്ച് വളർത്തിയെന്നാണ്. അമ്മയുടെ സാരത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് അവൻ്റെ സ്വഭാവം. നീ ചെന്നിട്ട് അടിപൊളി മാറ്റിയെടുക്കണം. പക്ഷേ സ്വന്തം അമ്മായിയമ്മയ്ക്കും അമ്മായിച്ചനും യാതൊരു രീതിയിലുള്ള സംശയവും തോന്നരുത്. ആ വീട്ടിൽ കലഹങ്ങളും ഉണ്ടാക്കരുത്. അവർക്ക് വിരോധമുണ്ടാക്കാത്ത രീതിയിൽ നീ നിൻ്റെ ഭർത്താവിനെ ഉണർത്തിയെടുക്കണം. പിന്നെ നിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം ഭർത്താവിനെ. അതായിരിക്കണം ഒരു സ്ത്രീയുടെ ലക്ഷ്യം. അല്ലാതെ അവിടെ പോയി വഴക്കുണ്ടാക്കരുത്. അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ച് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ താമസിക്കാം. പിന്നെ നിൻ്റെ അമ്മായച്ചനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങേർക്ക് ഇത്തിരി ഗർവും തൻ്റെയുടെ ഒക്കെ കൂടിയ ആളാണ്. അതുകൊണ്ട് മിക്കവാറും ആ വീട്ടിൽ അങ്ങേരായിരിക്കും എല്ലാം നിയന്ത്രിക്കുക. അത് നീ ശ്രദ്ധിക്കണം. അമ്മയുടെ ബുദ്ധിയുള്ള ഉപദേശം കേട്ട് ഞാൻ തലയാട്ടി. അമ്മയ്ക്കല്ലേ ജീവിതത്തിൽ പരിചയമുള്ളത്, എനിക്ക് അത്ര പരിചയമില്ലല്ലോ. അങ്ങനെയാണ് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് ഞാൻ വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കാര്യം അമ്മായിമ്മയ്ക്ക് നല്ല സ്നേഹമാണ്. എൻ്റെ അമ്മയും പോലെ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ ആദ്യ ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഒരു അമ്മ പയ്യനാണ് മകൻ. ഇത്തിരി സ്ലോയുമാണ്. പല കാര്യങ്ങൾക്കും പുള്ളിക്ക് വ്യക്തമായ അഭിപ്രായമൊന്നുമില്ല. നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യുകയും ചെയ്യും. ഒത്തിരി ട്രെയിനിങ് കൊടുത്താലേ അങ്ങേര് മെച്ചപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് ആദ്യ ദിവസം മനസ്സിലായി. പക്ഷേ എന്നോട് ഭയങ്കര വിധേയത്വവും സ്നേഹമൊക്കെയാണ്. അപ്പോൾ ഞാൻ മാറ്റിയാൽ മാറും. പക്ഷേ എന്നാലും
നല്ല മടിയുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഇത്തിരി ലേസിയാണ്, കിടന്നുറങ്ങും. നമ്മൾ കൊച്ചുകുട്ടികളെ വിളിച്ചുണർത്തുന്ന പോലെ തന്നെ വേണം എവിടെയെങ്കിലും പോകാൻ വേണ്ടി വിളിച്ചുണർത്താൻ. ഡ്യൂട്ടിക്ക് പോകാൻ മടിയാണ്. എങ്കിലും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, മാക്സിമം 7:30. അത് കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ റെഡിയാകണമെന്ന്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഓ എനിക്കിനി ആ ജോലി ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സ്ട്രെസ്സും ടെൻഷനുമൊക്കെയാണ്. അതുമാത്രമല്ല എനിക്ക് ആ ജോലി ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ ജോലിക്ക് പോയത്. വിവാഹമൊക്കെ കഴിക്കുമ്പോഴേക്കും പേരിനെങ്കിലും ഒരു ജോലി വേണം, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് അമ്മ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ജോലിക്ക് പോയത്. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഓ എനിക്ക് ടെൻഷൻ അടിച്ചുള്ള പണിയൊന്നും പറ്റില്ല, പതുക്കെ ഞാൻ വേറൊരു ജോലി കണ്ടെത്തിക്കൊള്ളാം. എൻ്റെ അച്ഛന് ഏകദേശം 1 ലക്ഷം രൂപയുള്ള സാലറി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അതിലെ വരുമാനമുണ്ട്. ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് 10-30,000 രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്കല്ലാതെ പണവും സേവിങ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നീ വരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ബാങ്കിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, വേറെ പ്രശ്നങ്ങളുമില്ല. എനിക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്ത് ചിലവാക്കുകയും ചെയ്യാം. പക്ഷേ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും എന്നോട് പറയും, നമുക്ക് ടൗണിൽ പോകാം, സിനിമ കാണാൻ പോകാം എന്നൊക്കെ. അധികം ഹണിമൂൺ ട്രിപ്പ് എങ്ങും പോയിട്ടില്ല. എങ്ങനെയെങ്കിലും സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഹസ്ബൻഡും കൂടി മിക്കവാറും കറങ്ങാൻ പോകും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഭയങ്കര സ്നേഹമാണ്. പിന്നെ വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. ചെല്ലുമ്പോൾ എന്നോട് സ്നേഹം പകർന്നു കൊടുക്കാൻ പറയും. ഞാനും ഓർക്കും, കിട്ടിയ അവസരമല്ലേ, അതുകൊണ്ട് പകർന്നു കൊടുക്കും. പക്ഷേ ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. കാര്യം എനിക്കിപ്പോഴെങ്കിലും കുട്ടികളൊന്നും വേണ്ട. എന്നാലും പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ല. അതൊക്കെ അതിന് വഴിക്ക് നടക്കും. നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിക്കും. അങ്ങനൊരു സ്വഭാവമാണ്. എന്നാൽ ഡേറ്റൊക്കെ ശ്രദ്ധിക്കണം, എന്തിന് പ്രൊട്ടക്ഷൻ വേണം, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഒന്നുമില്ല. ഒന്നിനെക്കുറിച്ചും മുൻപിൻ വിചാരമില്ല. ഈ ഒരു കാര്യം വരുമ്പോഴേക്കും നമുക്കിപ്പം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നിൽക്കാനല്ലേ പറ്റുകയുള്ളൂ, അല്ലാതെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ബാക്കി സുഖ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ. പണത്തിന് പ്രത്യേകിച്ച് പ്രശ്നമുള്ള വീടല്ലല്ലോ, അതുകൊണ്ട് കൊച്ചുമക്കൾ ഉണ്ടായെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഭർത്താവിനെ നിർബന്ധിച്ചിപ്പോൾ ജോലിക്ക് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് നാൾ അങ്ങനെ പോയി, ഏകദേശം ഒരു 4-5 മാസം. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയുടെ സ്വഭാവം മാറി. ഞങ്ങൾ കഴിക്കുമ്പോഴൊക്കെ അമ്മായിയമ്മ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും തൊഴിലിനൊക്കെ പോകാം. ഒരു ജോലി ചേർന്നില്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വല്ല PSCയോ UPSCയോ ഒക്കെ ട്രൈ ചെയ്യുക. ഒന്നിനും ട്രൈ ചെയ്യാതെ ഭാര്യയുടെ തലേണമന്ത്രം കേട്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എൻ്റെ കുറ്റം കൊണ്ടാണോ അമ്മയുടെ മോൻ ജോലി ഉപേക്ഷിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല, ഒരു സുപ്രഭാതത്തിൽ വന്നു പറഞ്ഞപ്പോൾ അമ്മ നല്ല രീതിയിൽ ഉപദേശിക്കട്ടെ, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും അതൊക്കെ സന്തോഷമാണ്, ജോലി ഇല്ലെങ്കിലും കഴിയാനുള്ളതൊക്കെ ഈ വീട്ടിലുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനോർത്തു അത് കറക്റ്റായിരിക്കും. കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊന്നും പറഞ്ഞും കണ്ടിട്ടില്ല. പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എടി, പെണ്ണുങ്ങളായാൽ നല്ല മിടുക്ക് വേണം. പക്ഷേ 24 മണിക്കൂറും ഭർത്താവിനെയും കൊണ്ട് മുറിക്കകത്ത് കഥ കടച്ചിരിക്കുന്ന ആ മിടുക്കല്ല വേണ്ടത്. അവനെ വഴി നയിക്കാനുള്ള മിടുക്കൂടെ നിനക്ക് വേണം. ഇതിപ്പം നിന്നെ കണ്ട് അവനങ്ങ് മയങ്ങി, പിന്നെ നിന്റെ പുറകെ നടക്കുകയാണ്. നിന്നെ വിട്ടു പിരിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവൻ ജോലി തന്നെ ഉപേക്ഷിച്ചത്. 24 മണിക്കൂറും ചെക്കന് മറ്റ് ചില വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് നീ വഴിമരുന്നിടുകയാണ്. ഭാര്യമാരാണെങ്കിൽ കുറച്ച് നിയന്ത്രണമൊക്കെ വെക്കണം. അല്ലാതെ അവൻ പറയുമ്പോൾ തന്നെ ഓടിപ്പോയി കുതിരയുടെ മുകളിൽ കയറി തുള്ളാൻ നിൽക്കരുത്. അങ്ങനെയായി കഴിയുമ്പോഴേക്കും ആണുങ്ങൾക്ക് 24 മണിക്കൂറും അതുമാത്രമേ ഓർമ്മ കാണുള്ളൂ. ജോലിക്ക് പോകണമെന്നോ ലക്ഷ്യബോധമോ ഒന്നും കാണില്ല. ഇങ്ങനെയുള്ള ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ വെറും പാവാടകളായി മാറ്റുന്നത്. നീയും ചില്ലറക്കാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. നനഞ്ഞിട നീ കുഴിക്കുകയാണ്.
അതിന് ഞാൻ കൂടുതൽ മറുപടി പറഞ്ഞില്ല. വഴക്കാകും. ഹസ്ബൻഡിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ ഈ ഉപദേശമെല്ലാം പകൽ സമയത്താണ്. വൈകുന്നേരമാകുമ്പോഴേക്കും അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ ഞങ്ങളെ ശ്രദ്ധിക്കുകയില്ല, സൈലൻ്റാണ്. അച്ഛനെ ശ്രദ്ധിച്ച് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തും. അങ്ങനെ ഒരു ടൈപ്പാണ്. രാത്രിയിൽ തർക്കങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഒരു ദിവസം രാത്രി ഹസ്ബൻഡ് അങ്ങോട്ട് കയറി തർക്കിച്ചു. അമ്മേ, ഞാനിവിടെ ഇരിക്കുന്നതിന് അമ്മയ്ക്ക് അതിന് പ്രശ്നമുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ജോലിക്ക് ഞാൻ പോയിക്കോളാം. തൽക്കാലം 2-3 വർഷം മുന്നോട്ട് പോകാനുള്ള പണമുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അതിനുള്ളിൽ കണ്ടെത്തിക്കോളാം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇവിടുന്ന് പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് കാശൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. പിന്നെ അമ്മ എന്തിനാണ് ഇവളെ കുറ്റപ്പെടുത്തുന്നത്? അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സ്വകാര്യമായ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത്? അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചതിൽ അസൂയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അച്ഛൻ്റെ മകനോട് നല്ല വാത്സല്യമുണ്ട് എന്നെനിക്ക് അച്ഛൻ്റെ മറുപടി കേട്ടപ്പോൾ മനസ്സിലായി. എടി, തൽക്കാലം അവർ അവരുടെ ജീവിതം എൻജോയ് ചെയ്തോട്ടെ. ഇവിടെ സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2 വർഷത്തിനുള്ളിൽ അവൻ വേറെ എന്തെങ്കിലും നല്ല ജോലി കണ്ടുപിടിച്ചോളും അല്ലേന്ന് ചോദിച്ചു. ഹസ്ബൻഡ് എസ് എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാണ് അവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടുന്നത്? സ്വന്തം മകനും മരുമകളും സ്നേഹിച്ച് കഴിയുന്നതിൽ നിനക്ക് എന്താണ് പ്രശ്നം? ഇത്രയും നാള് നിന്റെ മകൻ ജോലിക്ക് പോകാതെ ഇവിടെ കുത്തിയിരുന്നു. ആ സമയത്തൊന്നും നിനക്ക് പ്രശ്നമില്ലല്ലോ. പിന്നീട് നീ തന്നെയല്ലേ നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതും? ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഇപ്പം എന്താണ് നിനക്ക് ഇത്ര മാറ്റം? ഭർത്താവും ഭാര്യയും കൂടെ ഒന്നിച്ചിരിക്കുന്നതും സ്നേഹിക്കുന്നതും നിനക്ക് സഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് അപമാനം പോലായി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മകനും മരുമകളും കൂടെ സ്നേഹിക്കുമ്പോൾ എനിക്കിത്തിരി അസൂയുണ്ട്, എനിക്കിത്തിരി വിഷമമുണ്ട്. അതിന് കാര്യമുണ്ട്. എനിക്കും നല്ല തൂണ് പോലെ ഒരു ഭർത്താവുണ്ട്. പക്ഷേ ഇപ്പം 5-6 വർഷമായിട്ട് എന്താ വെറും കൽത്തൂണായിട്ട് ഒരു ജീവിതം. നിങ്ങൾ വരുമ്പോഴേക്ക് ചിരിച്ചും കളിച്ചും നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരണം, ഭക്ഷണം ഉണ്ടാക്കി തരണം, നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കണം. ഇതല്ലാതെ ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും പ്രായമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തെങ്കിലും ബലഹീനതയുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഭാര്യ അടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അനങ്ങാനും വയ്യ, മെനങ്ങാനും വയ്യ. ഞാനും ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരുടെ സ്നേഹപ്രകടനം കാണുമ്പോഴേക്കും എനിക്ക് അസൂയ തോന്നും, സന്തോഷക്കുറവ് തോന്നും. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിവില്ലാത്ത ഭർത്താക്കന്മാരുള്ള എല്ലാ ഭാര്യമാർക്കും അങ്ങനെയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാച്ചൻ പൊട്ടിത്തെറിച്ചു. എടി, പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ടാണോ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നീ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് ആര് പറഞ്ഞു? ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അമ്മാച്ചൻ പറയുകയാണ്, അതിനെ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടം തോന്നാൻ ഭാര്യയുടെ ഭാഗത്തു നിന്നും നല്ല കാര്യങ്ങൾ ഉണ്ടാകണം. ഞാനിപ്പോൾ കൽത്തൂണോ ഇരുമ്പ് തൂണോ അല്ലെങ്കിൽ മരത്തൂണോ ആയിരിക്കാം. നീ അപ്പോൾ ആരാ? വെട്ടിയിട്ട വാഴയോ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് പുരുഷനാടി എന്ത് താല്പര്യം ഉണ്ടാകാം? മടുത്തത് കൊണ്ടാണ് 5 വർഷമായിട്ട് എല്ലാം നിർത്തിവെച്ചത്. ഭാര്യ നന്നെങ്കിൽ ഒരു ഭർത്താവും അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അവൻ എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കും. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാനും കഴിവില്ലാത്തവനായത് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചു. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ രഹസ്യം എൻ്റെ ഭർത്താവിനും എനിക്ക് മനസ്സിലായത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതമെന്ന് അന്ന് മനസ്സിലായി. ഞാനും ഭർത്താവും എൻ്റെ റൂമിലേക്ക് ഉൾവലിഞ്ഞു. അത്രയും നാളും ആ വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ അന്ന് രാത്രി മുഴുവൻ അവിടെ ഉഗ്രൻ വഴക്കായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഭർത്താവിനോട് പറഞ്ഞു, അതിൽ ഇടപെടേണ്ട, അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ, അവസാനം അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം പിന്നീട് അവർ തമ്മിൽ കാര്യമായി യാതൊരു സ്നേഹപ്രകടനങ്ങളും ഞാൻ കണ്ടില്ല. ഏത് സമയത്ത് അച്ഛൻ വന്നാലും അച്ഛന് ഒരു ചൂട് ചായ ആദ്യം വേണം, അത് കയ്യിൽ കൊടുക്കുകയും വേണം. അമ്മയത് ഫ്ലാസ്കിലിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കാൻ തുടങ്ങി. അച്ഛൻ അത് എടുത്ത് കുടിക്കാതായി. ഇത്രയും നല്ല ഒരു മനുഷ്യൻ, വീരശൂര പരാക്രമി, അങ്ങേരുടെ ആ ഒരു ഇരിപ്പ് മട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അലിവും ഒക്കെ അങ്ങ് തോന്നി. മാഡം, കഷ്ടം. വരുമ്പോൾ ഞാനങ്ങ് ചായ ഉണ്ടാക്കി കൊടുത്താലോ? ചിലപ്പോൾ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ ഓർത്തു. രണ്ടും കൽപ്പിച്ച് അദ്ദേഹമാണല്ലോ ഈ വീടിൻ്റെ നാഥൻ. എൻ്റെ ഭർത്താവ് കുഴിമടിയനാണ്. എങ്കിലും ഇത്രയും പണമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാര്യം അച്ഛൻ തന്നെയാണ്. ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സെല്ലാം അച്ഛനിൽ നിന്ന് വരുന്നതാണ്. അമ്മയ്ക്കതിൽ ഒരു കോൺട്രിബ്യൂഷനുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള
ഉള്ളപ്പോൾ എന്തായാലും ഈ സിറ്റുവേഷനിൽ എനിക്കൂടെ ഗുണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മായിച്ചൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം മുതൽ അങ്ങനെ ഞാൻ അമ്മായിച്ച് വരുമ്പോഴേക്കും അച്ഛാ ഫ്ലാസ്കിലെ ചായ അച്ഛൻ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, അതെടുത്ത് കളഞ്ഞോളാം, അച്ഛന് ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അച്ഛന് ആദ്യമായി ചായ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത്. അമ്മായിമ്മ പാചകമൊക്കെ ചെയ്യുമെങ്കിലും ഇപ്പോൾ ആ ഭാഗത്തേക്ക് വരില്ല. രാത്രി രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഉറങ്ങുന്നത്. പക്ഷേ എന്താ കാര്യം എന്നറിയില്ല, രാവിലെ ആകുമ്പോൾ കീരി ബാമ പോലെയാണ്. മിണ്ടില്ല, വഴക്കൊന്നും അധികം പിന്നീടുണ്ടായിട്ടില്ല, പക്ഷേ സൈലൻ്റ് വഴക്കാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനും ഓർത്തു, എന്തായാലും അച്ഛൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ അച്ഛനും ഡള്ളായി പോകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ ഞാൻ നോക്കി നടത്താൻ തുടങ്ങി. അമ്മായിമ്മ അത് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. വഴക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഭർത്താവിൻ്റെയും അമ്മായിച്ചിൻ്റെയും കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാം മുൻകൈയെടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഹസ്ബൻഡ് എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അച്ഛൻ വന്നതും. ഞാൻ സിറ്റൗട്ടിൽ അച്ഛന് ചായ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ച് കളിച്ച് തമാശകൾ പറഞ്ഞു, ചില ബന്ധുക്കളുടെ ഗോസിപ്പും പറഞ്ഞു. ആ സമയത്ത് അമ്മായിമ്മ വന്ന് എത്തി നോക്കി പോകുന്ന കണ്ടു. അത് സ്ഥിരമുള്ളതാണ്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ട് പറയുകയാണ്, ലോകത്തിലെങ്ങും നടക്കാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അമ്മായിച്ചനെയും മരുമകനെയും കൂടെ നോക്കുന്ന ഒരു മരുമകൾ, അത് അക്സെപ്റ്റ് ചെയ്യുന്ന മകനും അമ്മായിച്ചനും. ഈ വീട്ടിൽ ഇത് നടക്കും, ലോകത്ത് വേറെങ്ങും നടക്കില്ല. പണ്ട് പുരാണത്തിൽ ഒരു കഥാപാത്രമുണ്ട്, പാഞ്ചാലി. ഞാൻ ആ കഥ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോയി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അമ്മായിച്ചിനെ ഒന്ന് സന്തോഷിപ്പിക്കുക, സാന്ത്വനിപ്പിക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവർ പറഞ്ഞതുപോലെ ഉദ്ദേശമൊന്നും എൻ്റെ മനസ്സിലില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അമ്മായിച്ചൻ പുറകെ പോയി വഴക്കുണ്ടാക്കി. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കൂത്ത് ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? എൻ്റെ മോൻ ഒരു പാവം, വന്നു കയറി ശൃംഗാരിയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരു തുമ്പി. അവന് ഒന്നും മനസ്സിലായിട്ടില്ല. വന്നു കയറിയവൾക്ക് എല്ലാം മനസ്സിലായി. നിങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന്. പണമുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ. അപ്പം ഭർത്താവിനെ 24 മണിക്കൂർ വീട്ടിൽ വയ്ക്കാം, പിന്നെ വൈകുന്നേരം അമ്മായിച്ചിനെ വരുമ്പോൾ സ്വീകരിക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യിലും ഈ കയ്യിലും ഓരോ നമ്മാനമാടാം. വർഷങ്ങളായി ഞാൻ വെട്ടിയിട്ട വാഴയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരി, ഇപ്പം വാഴത്തോപ്പ് നട്ടു നനയ്ക്കാനും പിന്നെ വാഴക്കൂമ്പ് പറിക്കാനും വാഴക്കൊല പറിക്കാനും ഇവിടെ ആളുകളുണ്ടല്ലോ. പിന്നെ എന്ത് വേണം? എന്തായാലും ഇത് ഈ വീട്ടിൽ മാത്രമേ നടക്കൂ, ലോകത്തെങ്ങും കാണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിച്ച് ചോദിച്ചു, നിന്നോടാര് പറഞ്ഞു ലോകത്തെങ്ങും കാണില്ലെന്നും? പല സ്ഥലങ്ങളിലും അമ്മായിപ്പനും മരുമകളും ഒക്കെ തമ്മിൽ നല്ല ടീംസിൽ പോകുന്ന വീടുകളുണ്ട്. അമ്മായിപ്പനും മരുമകനും തമ്മിൽ നല്ല രീതിയിൽ പോകുന്ന വീടുകളുമുണ്ട്. നീ ഇപ്പോൾ എന്തായാലും വാഴത്തോട്ടം നനയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. നീ പണ്ടത്തെ വെട്ടിയിട്ട വാഴയല്ലേ? നീ നിൻ്റെ കാര്യം നോക്കുക. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ നിൻ്റെ പേരിലുള്ള സ്ഥലമില്ലേ അവിടേക്ക് മാറി വീട് വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് താമസിച്ചോളാം. നിന്നെക്കൊണ്ട് എന്തായാലും ഒരു ഇലയോ ഒരു കുലയോ പോലും അനക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങി വന്നു. ഞാനെപ്പോൾ സിറ്റൗട്ടിലിരിക്കുകയാണ്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അച്ഛൻ എന്നെ ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു. മോളെ, ഇത് നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവളിത് നിർത്താൻ പോകുന്നില്ല. അവൾക്ക് സംശയരോഗമുണ്ട്. ഭർത്താവിനെ ശ്രദ്ധിക്കാൻ അവൾക്ക് പറ്റില്ല. പക്ഷേ കാണുമ്പോൾ അസൂയയും. ഇതിനൊക്കെ ഒരു മരുന്നുമില്ല. നീ കേട്ടിട്ടില്ലേ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന്? നീ നിന്റെ കാര്യം നോക്ക്. നീ ഇവക്ക് വേണ്ടി കരയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഹസ്ബൻഡ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഹസ്ബൻഡ് ഒന്ന് ഞെട്ടിയെന്ന് തോന്നി. ഞാനാണെങ്കിൽ പെട്ടെന്ന് മാറിയിട്ട് ഞാൻ അകത്തേക്ക് അങ്ങ് പോയി. ഹസ്ബൻഡ് വന്നതിനോട് ചോദിച്ചു എന്താണെന്ന്. ഞാനുണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, നീ അമ്മ പറഞ്ഞത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് എന്തായാലും അച്ഛൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അച്ഛനെ അമ്മ ശ്രദ്ധിക്കുന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും ഫ്രസ്ട്രേഷൻസ് കാണും. അമ്മ പറഞ്ഞത് കേട്ട് നീ പിന്മാറേണ്ട കാര്യമില്ല. അച്ഛന് ഇവിടെ ഏറ്റവും നല്ല സ്ഥാനമാണുള്ളത്. നീ അച്ഛനെ നല്ലപോലെ നോക്കണം, സ്നേഹിക്കണം. ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ അമ്മ പാഞ്ചാലിയാന്ന് പറഞ്ഞിട്ട് നീ പാഞ്ചാലിയൊന്നും ആകില്ലല്ലോ. പിന്നെ ഞാൻ നിന്നോട് വ്യക്തിപരമായിട്ട് വേറൊരു കാര്യം പറയാം. ഇനിയിപ്പം അങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മോളെ, അച്ഛൻ എന്തായാലും വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ മാനസികമായ അസ്വസ്ഥ
അസ്വസ്ഥതകളുണ്ട്. ചിലപ്പോൾ നിന്നോട് സ്നേഹം പ്രകടിപ്പിച്ചേക്കാം. അതൊന്നും നീ നിരസിക്കാൻ പോകരുത്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ജീവിതം വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. നിനക്കറിയാമല്ലോ, എനിക്ക് ജോലി ചെയ്യാനും ജോലി നേടാനൊക്കെ മടിയാണ്. ഹാർഡ് വർക്കൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് വളരെ സുഖകരമായൊരു ജോലി വന്നാലേ ഞാൻ ജോലിക്ക് പോകുകയുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ജീവിക്കാം. ഭാവിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വത്തും സമ്പത്തുമൊക്കെ നമുക്ക് തരാൻ അമ്മയെക്കൊണ്ട് കഴിയില്ല. അത് അച്ഛനെക്കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നീ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോ. എന്തും എങ്ങനെയും എന്തുമാകാം, ഒരു പ്രശ്നവുമില്ല. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിൽ കൂടി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ അച്ഛൻ്റെ സ്വത്തുകൾ എവിടെ എങ്ങനെയെന്ന് നിനക്ക് പോലും അറിയില്ല. നമ്മൾ ഒത്തുപിടിച്ചാലേ വേണ്ട സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരും. അമ്മയെ നീ മൈൻഡ് ചെയ്യേണ്ട. അച്ഛനെ മാത്രം മൈൻഡ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ബാക്കി കാര്യങ്ങൾ കൂടുതൽ ചർച്ചയ്ക്കൊന്നും വിധേയമാക്കാതെ നീ തന്നെ ഹാൻഡിൽ ചെയ്തോ എന്ന് പറഞ്ഞു. കൂടുതൽ ചോദിച്ചിട്ടും ഹസ്ബൻഡിന് അതേ മറുപടി തന്നെ. എനിക്ക് ദേഷ്യമാണ് വന്നത്. ഞാൻ ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കിയിട്ടും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റമില്ല. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മണ്ടത്തരമാണ്. അവൻ അല്ലെങ്കിൽ ഒരു പോഴനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ അവൻ ബുദ്ധിയുള്ളവനാണ്. മടിയനാണെന്നേ ഉള്ളൂ മോളെ. വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞ വഴി റൈറ്റ് വഴിയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. അങ്ങേര് വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്നേഹം നീ അങ്ങ് പ്രകടിപ്പിക്കും. അങ്ങേർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ പകർന്നു നൽകാൻ നിനക്ക് പറ്റും. ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം ഭർത്താവിനെ നീ മാറ്റിയെടുത്തില്ലേ? അപ്പം പിന്നെ ഇതാണ് വലിയ കാര്യം. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. നിൻ്റെ ഭർത്താവും നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടി മുന്നും പിന്നെ നോക്കുന്നത്? ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ അമ്മായിച്ച് വരുമ്പോൾ കുറച്ചുകൂടി സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. ഒരു വട്ടം അമ്മായിമ്മ എന്നോട് ഡയറക്റ്റ് വഴക്കുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമാണ്. അച്ഛനെ ഞാൻ പരിചരിക്കും. അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. ചിലപ്പോൾ അമ്മ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചെന്നിരിക്കും. അതൊക്കെ ഞാനും അച്ഛനും തമ്മിലുള്ള കാര്യങ്ങളാണ്. അമ്മ അതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായച്ഛന് ഒത്തിരി ഇഷ്ടമായി ആ കാര്യങ്ങൾ. മോളെ നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും എന്നോട് പറയാം. എനിക്ക് അച്ഛനോട് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാലോ എന്ന്? അതിപ്പോൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അച്ഛനാണ് ഈ വീട്ടിലെ നാഥൻ. അച്ഛനാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് ഞാനിനി ഒന്നും നോക്കുന്നില്ല. എനിക്കറിയാം അച്ഛനൊരു മാന്യനാണ്. അച്ഛന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടും അച്ഛൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോയില്ല. അങ്ങനെ ഒരു പുരുഷനേക്കാൾ നല്ലൊരു പുരുഷൻ വേറെ എവിടെയുള്ളത് എന്ന് പറഞ്ഞു. അച്ഛൻ എന്തായാലും ആ വാക്കിൽ വീണു മാഡം. അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് എന്നും മഹാരാത്രികളാണ്. കാര്യം, ഒരു വശത്ത് എൻ്റെ ഹസ്ബൻഡുണ്ട്. അദ്ദേഹത്തിന് എന്നോട് ഒട്ടും സ്നേഹം കുറയുന്നില്ല. പക്ഷേ അമ്മായിച്ചൻ്റെ പല കാര്യങ്ങൾക്കും എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രായവ്യത്യാസത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ അന്തരം എനിക്ക് മനസ്സിലായി. അമ്മായിമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തും. പക്ഷേ എന്തായാലും അവർക്കിതിലൊന്നും ഒരു പുരോഗമനം ഉണ്ടാക്കാൻ യാതൊരു താല്പര്യമില്ല. സ്വന്തം ഭർത്താവിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് അവരല്ലേ? അവർ മാറാതെ എന്തിനാണ് മാഡം എന്നെ കുറ്റം പറഞ്ഞത്? അത് ശരിയാ, സമ്പത്തും പണവും മാത്രമാകും ലക്ഷ്യമെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനകത്ത് പോയിൻ്റ് അമ്മായിമ്മ ഹസ്ബൻഡിനെ ശ്രദ്ധിക്കുന്നുമില്ല. അത് ശരിയാണ്. എന്ന് വെച്ചിട്ട് മരുമകളോ മകനോ അതൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളും കൗശല ബുദ്ധികളുമാണ്. അതെവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയൊന്നും അനുകൂലിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഈ കഥയ്ക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും പറയുന്നില്ല.